ഗൈസ് അങ്ങനെ ക്യാമ്പിന് പോകാൻ വേണ്ടിയിട്ട് ഫുള്ള് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ 12:30 കഴിഞ്ഞിട്ട് എന്തുവാണ് ട്രെയിന്. അപ്പോൾ ഇപ്പം നേരെ കാട്ടാക്കട പോയിട്ട് അരുൺ വരും. അരുണിൻ്റെ കൂടെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം ഗൈസ്. അപ്പോൾ നേരെ കാട്ടാക്കട പോട്ടെ. കണ്ടോ ഗൈസ്, ഒരു 10 മിനിറ്റ് മുമ്പ് വരെ ഇവിടെ മൊത്തം ആൾക്കാരായിരുന്നു. ഇപ്പം ആരുമില്ല. ബിഗ് ബോസിൻ്റെ നമ്മളിങ്ങനെ ഇരിക്കുന്നു. നമ്മളിനി എന്ത് ചെയ്യും? അടുത്തിൻ്റെ DJ പരിപാടി എന്തോ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എന്തോ DJ പരിപാടി എന്തോ ഉണ്ടെന്ന് പറയുന്നു. യൂട്യൂബായിരിക്കും. ഓണപ്പരിപാടി സെറ്റപ്പ് മൊത്തവും ഒരു ഓപ്പൺ സ്റ്റേജാണ് സംഭവം. ഓക്കെയാണ്, കൊള്ളാം, നല്ല രസമാണ്. നമ്മളെ യൂണ് കിടിലായിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡ് മോശമായിരുന്നു. നല്ല ഫുഡായിരുന്നു. പരിപ്പ് കറി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഫസ്റ്റ് കളർ ഇന്നുണ്ട്. നല്ല ഫുഡാണ്. ഞങ്ങളുടെ നേറ്റിങ്ങിൽ അങ്ങോട്ടുള്ള പരിപ്പ് കറി സാമ്പാറിന് കുറച്ച് ഇതിനെക്കാളും ബെറ്റർ. എന്താണ് ഓണത്തിനെ പറ്റി പറയാനുള്ള അഭിപ്രായം? എടാ മുഖത്ത് നോക്കി പറയടാ. നല്ല പ്രോഗ്രാം, നല്ല ഫുഡാണ്. ഡേയ്, ഓണപ്പരിപാടി എന്തേ? നിന്റെ ഷൂ അതും കിടിലമായിട്ടുള്ള പെർഫോമൻസിൻ്റെ ഇടയ്ക്കായിരുന്നു. ഞാൻ കറക്റ്റ് ജിഷാൻ്റെ ബ്ലാക്ക് ഷർട്ടിൽ ഇപ്പോൾ പരിപാടി വെച്ചത് ഫുഡിൻ്റെ ടൈമായി. ചോറ് കഴിച്ചു. ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു ഞങ്ങൾ. ഞാൻ ഉണ്ട്, ആയത്തിനുണ്ട്, എബിയുണ്ട്. ഇവർ ഡാൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്പ് ജിഷാൻ എവിടെയെങ്കിലും ഇടുമായിരിക്കും. ഇത് കൊള്ളാണ് ഞാൻ പറയണത്. ബാക്കിയുള്ള എല്ലാവരും സ്പ്ലിറ്റ് ചെയ്തിപ്പോൾ ഇരിക്കുന്നു. ഫുഡ് കഴിക്കാൻ കുറച്ച് പേര് പോയി. കുറേ പേര് ഫുഡ് കഴിച്ചു, കുറേ പേര് ക്ലാസ്സിൽ നിരക്കുന്നു. ജിഷാനില്ലാത്തതിൻ്റെ കുറവുണ്ട്. ജിഷാൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യണം. പറയാൻ പറഞ്ഞു അതില്ലേ? നീ ആദ്യത്തെയാണ് അതില്ലേണോ? എടി ഇല്ലടി, വ്ളോഗടി. ഓണത്തിനെ പറ്റി പറ. എങ്ങനെയുണ്ടായിരുന്നു ഓണം? ഡേയ്, ഓണത്തിനെ പറ്റി പറ. അവൾ ഓടണം ഓണം പറഞ്ഞപ്പോൾ. നന്ദനെ തിരിഞ്ഞു നോക്കി മുഖം കാണിച്ചിട്ട് ഓടി. ചോറ് കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അടുത്തെന്ത് പരിപാടി ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാമെന്ന് ഇരിക്കുന്നു. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അവരെല്ലാം സ്പ്ലിറ്റ് ചെയ്തു. കുറേ പേര് ചോറ് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി എവിടെയൊക്കെ പോയി കഴിക്കുന്നു. മൊത്തം തെണ്ടിയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കിയിട്ട് തരാം. ജിഷാലിൻ്റെ വ്ളോഗിലേക്കാണ് വേണ്ടിയാണ് ഓണപ്പരിപാടിയെക്കുറിച്ച്. ശബ്ദത്തിൽ പറയടി. ഇവിടെ വർഷ അത് കൊള്ളൂല. ഓക്കെ, കൊള്ളൂല. ഡാൻസ് പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളുടെ ആദ്യത്തിന്റെ ഷൂ റിസ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? നിന്റെ ഏരിയയിലോട്ടാണ് വന്നത് ഷൂ. ഫ്ലാഷ് ബാക്ക്. ഇവിടെ നിന്റെ വിരലിപ്പോ എങ്ങനെയുണ്ട്? എവിടെ? ഇന്നലെ ബോട്ടണിക്ക് വേണ്ടി പരിക്ക് പറ്റിയ ആൾ. അവ ആദ്യം വണ്ടി എടുത്തോണ്ട് വന്ന്. പിന്നെ ഇതെല്ലാം വ്ളോഗിൽ വരുമോന്ന് എനിക്കറിയില്ല. ഞാൻ എടുക്കണോണ്ടാണ്. ശരി. അത് കിട്ടിക്കാണോ? സെറ്റായിട്ട് നമ്മൾ കളിച്ചു. നമുക്ക് നല്ല കോൺഫിഡൻസ്. നമുക്കാണ് ഡാൻസിന് ഫസ്റ്റ് പ്രൈസ്. ജിഷാലില്ലാത്തതിന് കുറവ് അറിയുന്നുണ്ടോ? ജിഷാലില്ലാത്തതിന് നല്ല കുറവാണ്. അല്ലെങ്കിൽ അവൻ ഏത് സമയം ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ പറഞ്ഞ് നടക്കുമായിരുന്നു. പക്ഷെ അവന് നന്നായിട്ട് ഫോട്ടോ എടുക്കാനായാലും എല്ലാവരും ഫോട്ടോ. അവൻ ലാസ്റ്റ് നിമിഷം അവൻ്റെ ഫോൺ ചാവണത് വരെ അവൻ ഫോട്ടോ എടുത്ത് തന്നില്ല. പക്ഷെ എൻ്റെ ഫോട്ടോ എടുക്കാതെ ഉമ്മ.
അല്ല ഞങ്ങൾ ആദ്യത്തെ പ്രിൻസിപ്പൽ വിളിച്ചിരുന്നു കഴിഞ്ഞു. അല്ല ജിഷാല് ട്രെയിനിലെ ഉണക്ക റൊട്ടിയും കഴിച്ചുകൊണ്ട് നടക്കാനായിരിക്കും. അതെ, നിങ്ങൾക്ക് ഇന്ന് ഫോട്ടോ എടുത്താൽ ആരുണ്ട്? ആരുമില്ല, അനാഥരാണ്. ഇതിനെ പറ്റി എന്തെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ോട്ടാണ് ജിഷാലില്ലാത്തതിന്റെ കുറവ് അറിയുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു ക്യാമറ അവിടെ തന്നെ തിരിച്ചു വരരുത്. നിനക്ക് നീ പറയണ്ട. ജിഷാലിന്റെ വ്ലോഗിലോട്ട് അത്രേ ഉള്ളൂ. അവർക്ക് ക്യാമ്പ് ഇവിടെ ഓണത്തിനെ കുറിച്ച് എന്താടി പരിപ്പ് കറി ഇഷ്ടപ്പെട്ടില്ല? വെട്ടി വിഴിഞ്ഞിരുന്ന ഞാൻ കണ്ടളി. സോനു അവിടുന്ന് മാറില്ല ചോര വെച്ച് എന്നെ വലിപ്പിച്ചോ. എനിക്കും വേണ്ടേ വീഡിയോ എടുക്കാൻ. പോട്ടാ ഓണപ്പരിപാടിയെ കുറിച്ച് പറയടാ. അടിപൊളി അടിപൊളി ശബ്ദത്തിൽ പറയടാ. നല്ല പൈസ കൊടുത്തില്ലേ? 250 രൂപ കൊടുത്തില്ലേ? ക്യാമറ നോക്കി പറയാ. ശ്രേയസേ ഓണം എങ്ങനെയുണ്ട്? എന്റെ തന്തയാണ്. ജിഷാല് അന്വേഷിച്ചു നിന്നെ. ഓ അവന്റെ അടുത്ത് ഞാൻ ഫ്രീ ഫയർ കളിച്ചോണ്ടിരിക്കുന്നു. റിക്വസ്റ്റ് എഴുതാൻ പറയല്ലേ? നിനക്ക് വയ്യെന്നായിട്ട് എങ്ങനെയുണ്ട്? ചോറ് കഴിച്ചപ്പോ അപ്സര കണ്ണു തുറക്കൂ. അപ്സര കണ്ണു തുറക്കൂ. അപ്സര കണ്ണു തുറക്കൂ. പറ്റും, നിന്നെ കൊണ്ട് പറ്റും. മരിച്ച് ഇതടുത്ത നിങ്ങൾക്ക് കുറ്റവാളികളുടെ കൈ വഴക്കെ. ഓണം എങ്ങനെയുണ്ട് പറ. ഓണം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞത് അതെ തന്നെ. ഓണപ്പരിപാടി ഫുഡൊക്കെ എങ്ങനെ പറ. ശബ്ദമില്ല. നീ എത്ര നേരം നിൽക്കുമെന്ന് നോക്കിയിരിക്കുന്നു. എങ്ങനെയുണ്ടെന്ന് പറ. ഓണപ്പരിപാടിയെ കുറിച്ച് എന്തെങ്കിലും? നല്ല പരിപാടിയായിരുന്നു. ഓണപ്പരിപാടിയെ കുറിച്ച് എന്തെങ്കിലും പറയും. നല്ല അഭിപ്രായം. ചോറ് കഴിച്ചാ? എങ്ങനെയുണ്ട് സദ്യ? നിന്റെ കല്യാണത്തിന്റെ കാറ്ററിംഗ് വർക്കിന് വിളിക്കാം അവരെ. സനിത ഞാനും വരാം ജിഷാലിൻ വ്ലോഗ് കേൾക്കാൻ. ഓ ജിഷാലിന്റെ വ്ലോഗിലോട്ട്. അവൻ ട്രെയിനിൽ ഇരിക്കണോണ്ട് ഇവിടെ നമ്മൾ എടുക്കണം. എടി പറയടി. ഇന്നലെ സാരിയൊക്കെ എടുത്ത് വന്നിട്ട് മുഖം കൊടുക്കാതിരിക്കുന്നത്. ഇവിടെ ഒരു കോഴിയാടാ മുഖം കൊടുക്കാതിരിക്കാൻ. അനുഷ്ക അനുഷ്ക കമോൺ. ഓണം എങ്ങനെയുണ്ട്? നിന്റെ കണ്ണ് കാണുമ്പോൾ പറയുന്നില്ല, കറുത്തിരിക്കുന്നില്ല കൂടെ. സദ്യ എങ്ങനെയുണ്ട്? കഴിച്ചാ? ഓക്കെ. അല്ലേ നല്ല ഓണപ്പരിപാടിയാണ് നടക്കുന്നത്. ഉച്ചവരെ നല്ല ഗംഭീരമായിരുന്നു. നമ്മൾ 11 മണിക്കായപ്പോൾ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് DJ പ്രോഗ്രാം നമ്മുടെ ക്ലാസ്സിൻ്റെ വീഡിയോസ് ഇതിൻ്റെ ഒപ്പം തന്നെ അയച്ചു തരാം. കിടിലുമായിരുന്നു.